റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ വെടിനിർത്തലിന് ധാരണയായതായി ഇരു രാജ്യങ്ങളുടെയും ഔദ്യോഗിക സ്ഥിരീകരണം. ഇന്ത്യൻ സമയം വൈകുന്നേരം 5 മണി മുതൽ ഇരുപക്ഷവും കര, വ്യോമ, കടൽ മേഖലകളിലെ വെടിവയ്പും സൈനിക നടപടികളും നിർത്തുമെന്ന് ധാരണയായതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. അതുപോലെ തന്നെ പാകിസ്ഥാൻ വെടിനിർത്തുന്നത് സ്ഥിരീകരിച്ചതായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷക് ദാർ എക്സിൽ കുറിച്ചു. മധ്യസ്ഥ ചർച്ചയുടെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും മിലിറ്ററി ഓപ്പറേഷൻ ഡിജിമാരും സംസാരിച്ചു. അതേസമയം വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച ആദ്യ വിവരം പുറത്തുവിട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് മധ്യസ്ഥയുടെ അവകാശവാദം പ്രഖ്യാപിച്ചിരുന്നു. ഒരു രാത്രി നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പൂർണ്ണവും ഉടനടിയുള്ളതുമായ വെടിനിർത്തൽ കൊണ്ടുവരാൻ തന്റെ ടീം മധ്യസ്ഥത വഹിച്ചതായി ഡൊണാൾഡ് ട്രംപ് എക്സിൽ കുറിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തുവിട്ടു. എന്നാൽ മധ്യസ്ഥത സംബന്ധിച്ച വിവരം ഇന്ത്യയും ശരിവച്ചിട്ടില്ല. എങ്കിലും ആശങ്കകൾക്ക് വിരാമമിട്ട് വെടിനിർത്തൽ ധാരണ അംഗീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തുടർച്ചയായാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ലോകത്തെ തന്നെയും ആശങ്കയിലാക്കി നേർക്കുനേറെത്തിയത്. പഹൽഗാമിൽ 26 പേരാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിന് മറുപടിയായാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളിൽ സൈനിക ഇടപെടൽ നടത്തിയത്. ഇതിന് പിന്നാലെ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചു. സംഘർഷം യുദ്ധസമാനമായി മാറുന്നതിനിടെയാണ് വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാനുമായി വെടിനിർത്തൽ ഒരു നിബന്ധനയോടെ ഉള്ളതാണ്. സിന്ധു നദീജലതര കരാർ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് ഉൾപ്പെടെ അയൽ രാജ്യത്തിനെതിരായ നയതന്ത്ര നടപടികളിൽ ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമില്ല. വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത് പാകിസ്ഥാനാണെന്നും ഭീകരതയ്ക്കെതിരെ ഇന്ത്യക്ക് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുണ്ട് എന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ഉദ്ധരിച്ച് വാർത്തകളുണ്ട്. കടലിലും ആകാശത്തും കരയിലുമുള്ള എല്ലാ സൈനിക പ്രവർത്തനങ്ങളും നിർത്താൻ ഇന്ത്യയും പാകിസ്ഥാനും ധാരണയിലെത്തിയതായി കമാൻഡോ രഘു ആർ നായർ ഇന്ത്യൻ സൈന്യത്തോടും നാവികസേനയോടും വ്യോമസേനയോടും ഈ ധാരണ പാലിക്കാൻ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാന് കനത്ത നാശങ്ങൾ സംഭവിച്ചതായും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയതായും ഇന്ത്യ വ്യക്തമാക്കി. പാകിസ്ഥാൻ തങ്ങളുടെ JF-17 ഉപയോഗിച്ച് ഇന്ത്യയുടെ S-400 ബ്രഹ്മോസ് മിസൈൽ ബേസ് എന്നിവ തകർത്തെന്ന അവകാശവാദം തെറ്റാണെന്ന് കമാൻഡർ രഘു ആർ നായർ, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, കേണൽ സോഫിയ ഖുറേഷി എന്നിവർ വ്യക്തമാക്കി. ഇന്ത്യ പാക് വെടിനിർത്തൽ കരാറിന് ശേഷം നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തായിരുന്നു ഈ പ്രതികരണം. സിർസ, ജമ്മു, പത്താൻകോട്ട്, ഫട്ടിന്റെ, നാലിയ വ്യോമത്താവളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെന്ന വാദവും ഇന്ത്യ തള്ളി. ഇന്ത്യൻ സൈന്യം പള്ളികൾ നശിപ്പിച്ചതായി പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്നും ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്നും നമ്മുടെ സൈന്യം ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യത്തിന്റെ പ്രതിഫലനമാണ് എന്നും കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അഴിച്ചുവിട്ട ഭീകരവാദ ക്യാമ്പുകളെ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ഇന്ത്യൻ സായുധസേന മതകേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നും വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയായ തീരുമാനത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതായി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ഈ തീരുമാനം 2-3 ദിവസം മുമ്പ് സംഭവിച്ചിരുന്നുവെങ്കിൽ അതിർത്തിയിൽ കുറച്ചു ജീവനെങ്കിലും നഷ്ടപ്പെടാതെ കാക്കാമായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിർത്തി ഗ്രാമങ്ങളിൽ വെടിവയ്പ് വലിയ തോതിലുള്ള നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നാശനഷ്ടങ്ങളുണ്ട് കൃത്യമായി വിലയിരുത്തി എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സർക്കാർ ഉടൻ ആരംഭിക്കും. വെടിനിർത്തൽ ധാരണയായ സ്ഥിതിക്ക് ദിവസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ജമ്മു കാശ്മീരിലെ വിമാനത്താവളങ്ങൾ വൈകാതെ തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വെടിനിർത്തൽ തീരുമാനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് കാശ്മീരിലെ ജനങ്ങൾ സ്വസ്ഥമായി ഉറങ്ങുന്നുവെന്നും PDP നേതാവ് മെഹബൂബ മുഫ്തിയും പ്രത്യാശ പ്രകടിപ്പിച്ചു. ആഗോള കത്തോലിക്ക സഭ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു. പോയ വാരത്തിൽ നടന്ന കോൺക്ലേവിൽ വത്തിക്കാനിലെ സിസ്റ്റർ ചാപ്പലിൽ നിന്ന് വെളുത്ത പുകയുയർന്നു. പല പേരുകളും സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിലും അമേരിക്കൻ വംശജനായ കർദിനാൾ റോബർട്ട് പ്രവ്യൂസ്റ്റിനെയാണ് കത്തോലിക്ക സഭയുടെ പുതിയ തലവനായി വത്തിക്കാൻ തെരഞ്ഞെടുത്തത്. വത്തിക്കാന്റെ ചരിത്രത്തിൽ അമേരിക്കക്കാരനായ ആദ്യ മാർപ്പാപ്പ ലിയോ 14 എന്ന പേരിലായിരിക്കും അദ്ദേഹം അറിയപ്പെടുക. 1955 സെപ്റ്റംബർ 14 ഫ്രഞ്ച് ഇറ്റാലിയൻ വംശജനായ ലൂയിസ് മാരിയസ് പ്രൊവോസ്റ്റിന്റെയും മിൽഡ്രഡ് മാർട്ടിനസിന്റെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. ബിരുദ പഠനങ്ങൾക്ക് ശേഷം 27 വയസ്സിലാണ് റോബർട്ട് പ്രൊവോസ്റ്റ് റോമിലെത്തുന്നത്. റോമിലെ സെന്റ് തോമസ് അക്വിനാസിന്റെ പൊന്തിഫിക്കൽ സർവകലാശാലയിൽ നിന്ന് കാനൻ നിയമം പഠിക്കാനായിരുന്നു അദ്ദേഹം എത്തിയത്. 2004 അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിനു ശേഷം ഫ്രാൻസിസ് പാപ്പ ഓർഡർ ഓഫ് ബിഷപ്സായി സ്ഥാനക്കയറ്റം നൽകി. അദ്ദേഹം അഭയാർത്ഥികളുടെ പ്രശ്നത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ വിഷയത്തിലും എല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകളിൽ പിന്തുടരുന്നയാളാണ് എന്നാണ് പറയപ്പെടുന്നത്. ലിയോ 14 എന്ന പേര് സ്വീകരിച്ചതുപോലും ഇതിന്റെ സൂചനയായിട്ടാണ് കരുതപ്പെടുന്നത്. തൊഴിലാളികളുടെ സോഷ്യലിസ്റ്റ് പാപ്പ എന്നറിയപ്പെടുന്ന ലിയോ 13 ആദരസൂചകമായിട്ടാണ് അദ്ദേഹം ലിയോ 14 എന്ന പേര് സ്വീകരിച്ചത്. 2021 റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ 20 ലക്ഷം പേർ കോവിഡ് മൂലം ഇന്ത്യയിൽ മരണപ്പെട്ടിരുന്നുവെന്ന് സമ്മതിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സിവിൽ രജിസ്ട്രേഷൻ സംവിധാനങ്ങളുടെ ഉൾപ്പെടെ ലഭിച്ച വിവരങ്ങൾ അപഗ്രഥിച്ചുള്ള കണക്കുകളാണ് പുറത്തുവന്നത്. മരണം കുറച്ചു കാണിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയും ഇതോടൊപ്പം പുറത്തുവന്നിട്ടുണ്ട്. 2021 5809 പേരുടെ മരണമാണ് ഗുജറാത്ത് രേഖപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ 1.95 ലക്ഷം പേരാണ് കോവിഡ് മൂലം ഗുജറാത്തിൽ മരിച്ചത്. മധ്യപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളും മരണനിരക്ക് കുറച്ചാണ് കാണിച്ചിരിക്കുന്നത്. അതേസമയം രാജ്യത്ത് കൃത്യമായി
ആദ്യമായി കോവിഡ് മരണങ്ങൾ കണക്കാക്കിയത് കേരളമാണെന്ന കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയിലെ സുതാര്യത വ്യക്തമാക്കുന്നതാണെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ മരണവും റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ കാര്യക്ഷമതയാണ് ഇത് കാണിക്കുന്നതെന്നും കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനം വളരെ മെച്ചപ്പെട്ടതാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പുതിയ KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA ഹൈക്കമാൻഡ് നിയമിച്ചു. MM ഹസന് പകരമായി അടൂർ പ്രകാശ് MPയെ UDF കൺവീനറായും നിയമിച്ചിട്ടുണ്ട്. സ്ഥാനമൊഴിയുന്ന K സുധാകരന് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതവാക്കി. PC വിശ്വനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരാണ് KPCCയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ. കൊടിക്കുന്നിൽ സുരേഷ്, TN പ്രതാപൻ, T സിദ്ദിഖ് എന്നിവരായിരുന്നു നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാർ. 2011 മുതൽ പേരാവൂർ MLA ആയ സണ്ണി ജോസഫ് നിലവിൽ UDF കണ്ണൂർ ജില്ലാ ചെയർമാനാണ്. പുതിയ KPCC അധ്യക്ഷനായി സണ്ണി ജോസഫിനെ തീരുമാനിച്ചതിനുള്ളിൽ പാർട്ടിയുടെ കൂട്ടായ ആലോചനയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. KPCC അധ്യക്ഷനെ തീരുമാനിച്ചതിൽ സഭാ നേതൃത്വത്തിന് പങ്കില്ല എന്നും എല്ലാവരുടെയും പ്രതിനിധിയാണ് പുതിയ അധ്യക്ഷനെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിച്ചത്. IPL 2025 ശേഷിക്കുന്ന മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ സന്നദ്ധത അറിയിച്ച് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് രംഗത്തെത്തിയതായി റിപ്പോർട്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനാൽ സീസൺ ഒരു ആഴ്ചത്തേക്ക് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്. COVID-19 ഭീഷണിയെ തുടർന്ന് IPL 2021 മാറ്റിവെച്ചപ്പോഴും ECB സമാനമായ ഒരു ഓഫർ നൽകിയിരുന്നു. എന്നാൽ പിന്നീട് UAE-യിലാണ് ആ വർഷം IPL നടത്തിയത്. ഈ വർഷത്തെ IPL-ൽ പ്ലേ ഓഫുകൾ ഉൾപ്പെടെ ടൂർണമെന്റിൽ 16 മത്സരങ്ങൾ കൂടി ഇനി നടക്കാനുണ്ട്. IPL 2025 58ാമത് മത്സരമായിരുന്ന പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ വ്യാഴാഴ്ച നടക്കേണ്ടിരുന്ന മത്സരം സുരക്ഷാ കാരണങ്ങളാൽ പാതി വഴിയിൽ നിർത്തിവെക്കുകയും വേദിയിലെ ജനക്കൂട്ടത്തെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് IPL ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫൈനലിൽ PSG-യും ഇന്റർ മിലാനും ഏറ്റുമുട്ടും. രണ്ടാം പാദ മത്സരത്തിൽ ഇന്റർ മിലാൻ ബാഴ്സയെ 3-നെതിരെ 4 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. ഒന്നാം പാദ മത്സരം 3-3 സമനിലയിൽ പിരിഞ്ഞിരുന്നു. ഇതോടെ സ്കോർ അഗ്രിഗേറ്റിൽ 7-6 എന്ന സ്കോറിൽ ഇറ്റാലിയൻ ക്ലബ്ബ് വിജയിക്കുകയായിരുന്നു. അതേസമയം PSG രണ്ടാം പാദ സെമിയിൽ ഇംഗ്ലീഷ് ക്ലബ്ബായ ആഴ്സണലിനെ 2-1 പരാജയപ്പെടുത്തിയത്. ആദ്യ പാദ മത്സര സെമിയിൽ ആഴ്സണലിനെ 1-0 PSG പരാജയപ്പെടുത്തിയപ്പോൾ 2 പാദങ്ങളുമായി 3-1 PSG-യുടെ വിജയം. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ.